വെൽക്കം ടു നിഷാനാസ് റെസിപ്പി നോട്ട്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ നൈസ് പത്തിരിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് ഫ്ലോർ ആണ്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 3.5 കപ്പ് വെള്ളമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് റൈസ് ഫ്ലോർ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 2 കപ്പ് റൈസ് ഫ്ലോറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ. ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അതേസമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വാട്ടിയെടുക്കാനായിട്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പൊടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ഒരു ചൂട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ഇത് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം തന്നെ മതി. ആ തണുത്ത വെള്ളത്തിൽ ആദ്യം കൈയൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ടുള്ള ഫൈനായിട്ടുള്ള ഒരു സോഫ്റ്റ് ഡഫ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴച്ചെടുക്കുന്ന സമയത്ത്. ഇത്തിരി സമയമെടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. മാവ് ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കാം. പക്ഷെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പ്രസ് ചെയ്തെടുക്കുമ്പം അത് പ്രസ്സറിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് പിന്നെ പരത്തിയെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടായി പോവും. ഇപ്പോൾ ഇത് ഏകദേശം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായി പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രസ്സറിൽ ഇത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെ ബോൾസ് ആക്കുമ്പോൾ എല്ലാ ബോൾസും ഏകദേശം ഒരേ സൈസിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഓരോ ബോൾസും നമുക്ക് പ്രസ്സറിൽ പ്രസ് ചെയ്തിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാൻ പ്രസ്സർ എടുത്തു. ഇനി അതിലേക്ക് ഓരോ ബോൾസും 1 by 1 ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കയ്യിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം അതിൽ വെച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പത്തിരി നല്ല സർക്കിളായിട്ട് വന്നിട്ടുണ്ട്, നൈസായിട്ടുള്ള പത്തിരിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ പൊടി തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിൽ അത് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് ഈ പ്രസ് ചെയ്ത പത്തിരി നമ്മൾ അടുക്കി വെക്കുന്ന സമയത്ത് പൊടിയുള്ള ഭാഗം താഴേക്കും പൊടിയില്ലാത്ത ഭാഗം മുകളിലേക്ക് ആക്കിയിട്ടും അങ്ങനെ അടുക്കി വെക്കുക, ലെയർ ബൈ ലെയർ ആയിട്ട്. അങ്ങനെ ലാസ്റ്റ് ബോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പൊടി തട്ടി വെക്കുമ്പോൾ അതിൻ്റെ 2 സൈഡും പൊടി തട്ടിയിട്ട് വയ്ക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പത്തിരി പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പത്തിരി പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം പത്തിരി അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ പത്തിരിക്കല്ലാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് പത്തിരിക്കല്ല് എന്നാണ് പറയാം. അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ പത്തിരിക്കല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ തന്നെ ഇരുമ്പിൻ്റെ ഉണ്ട്, അതുപോലെ നോൺ സ്റ്റിക്കിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻഡാലിയത്തിൻ്റെയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പത്തിരി തവ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുക.
അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ ഒരു തവണ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് കുറച്ച് സമയം പിന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ അതിൻ്റെ മുകളിൽ കാണാൻ തുടങ്ങുമ്പോൾ ഒരു തവണ കൂടെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിടുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഇനി ഒരു സൈഡ് പൊങ്ങി വരുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പാച്ചില കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അത് പൊള്ളി നന്നായിട്ട് വീർത്ത് വരും. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പത്തിരിക്കല്ലാണെങ്കിൽ ഒരു 3-4 പത്തിരി അറ്റ് എ ടൈം നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കും. പത്തിരി നന്നായി പൊള്ളി പഫ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ കരിഞ്ഞു പോണത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളിത് വേവാനിട്ടിട്ട് വേറെ വഴിക്ക് പോകാനൊന്നും പറ്റില്ല, അതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പോവാതെ നന്നായിട്ട് പൊള്ളി കിട്ടും നമ്മുടെ പത്തിരി. നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റാണല്ലോ പത്തിരി. ഇപ്പോൾ മലബാർ സ്പെഷ്യൽ നൈസ് പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ബീഫ് കറി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.